മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ പുനരധിവാസത്തിൽ സർക്കാരിനെതിരെ ദുരന്ത പ്രദേശത്ത് കുടിൽകെട്ടി സമരത്തിന് ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി. വായ്പ, തൊഴിൽ എന്നീ കാര്യങ്ങളിൽ സർക്കാർ ഉറപ്പ് പാലിച്ചില്ല എന്നും 10 സെന്റ് ഭൂമിയിൽ തന്നെ വീട് നിർമ്മിച്ചു നൽകണമെന്നും ആക്ഷൻ കമ്മിറ്റി പറയുന്നു. ദുരന്തബാധിതർക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നേരിട്ട് സർക്കാരിനോട് സംസാരിക്കാമെന്നായിരുന്നു റവന്യൂ മന്ത്രി കെ രാജന്റെ പ്രതികരണം. സമരമല്ലാതെ മറ്റു വഴികളില്ലാത്തതിനാലാണ് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർ പ്രതിഷേധത്തിന് ഒരുങ്ങുന്നത് എന്ന് ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി. 10 സെന്റ് ഭൂമിയിൽ തന്നെ വീട് നിർമ്മിക്കണം. പ്രദേശത്തുള്ളവരുടെ ലോണുകൾ എഴുതിത്തള്ളാൻ നടപടി ഉണ്ടായില്ല എന്നും ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ നസീർ ആലക്കൽ 24നോട് പറഞ്ഞു. നാളെ ദുരന്ത പ്രദേശത്ത് കുടിൽ കെട്ടുമെന്നും പ്രഖ്യാപനം. എന്നാൽ പുനരധിവാസം വൈകിയിട്ടില്ല എന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ദുരന്തബാധിതർക്ക് പരമാവധി ഭൂമി നൽകണമെന്നാണ് സർക്കാരിന്റെ നിർദ്ദേശമെന്നും മന്ത്രി. കേരളം നിശ്ചയിച്ച വിധത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളാവുന്ന കൃത്യമായ നടപടിക്രമങ്ങളിലൂടെ പോകും. ഏതെങ്കിലും കാറ്റഗറിയിൽ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ പരാതി നൽകിയാൽ സർക്കാർ അത് കൃത്യമായി പരിശോധിക്കും. ആ ലിസ്റ്റിൽ പെടാത്ത ആളുകളുണ്ടെങ്കിൽ പരാതി തന്നാൽ ഉറപ്പായിട്ടും മെറിറ്റ് അനുസരിച്ച് പരിശോധിച്ച് ആ ലിസ്റ്റുകളിൽ ബന്ധപ്പെട്ടവരെ ഉൾപ്പെടുത്തുകയും ചെയ്യും. ദുരന്തബാധിതരുടെ സമരത്തിന് പിന്തുണ നൽകുമെന്ന് കോൺഗ്രസ് ജില്ലാ നേതൃത്വം പ്രഖ്യാപിച്ചു. അവരുന്നയിക്കുന്ന ആവശ്യം വളരെ ന്യായമായ ആവശ്യം തന്നെയാണ്. മിനിമം ഒരു 10 സെന്റ് ഭൂമി അവർക്ക് കൊടുക്കണം. കുടിയിറക്കപ്പെടുന്ന തൊഴിലാളികൾ അവിടെ ഉണ്ട് ആ എസ്റ്റേറ്റിൽ നിന്ന്. അവരുടെ പ്രശ്നവും പരിഹരിക്കണം. അവരങ്ങോട്ട് ഇറങ്ങിപ്പോവർ അവർക്കും വീട് സൗകര്യമൊക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും കൂട്ടത്തിൽ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ 2 ആക്ഷൻ കൗൺസിലാണ് പ്രവർത്തിക്കുന്നത്. 10, 11, 12 വാർഡ് തല ജനകീയ സമിതി മറ്റന്നാൾ കളക്ടറേറ്റിന് മുന്നിൽ ഉപവാസവും സംഘടിപ്പിക്കുന്നുണ്ട്. 24 വയനാട്. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിൽ സർക്കാർ വീഴ്ച ചൂണ്ടിക്കാട്ടി UDF ശക്തമായ പ്രക്ഷോഭത്തിലേക്ക്. ഈ മാസം 27-ന് ടി സിദ്ദിഖ് MLA യുടെ നേതൃത്വത്തിൽ രാപ്പകൽ ഉപവാസം നടക്കും. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, വിശദാംശങ്ങൾ എന്താണ് സുർജിത്ത്? ശ്രീജിത്ത്, ഈ ആക്ഷൻ കൗൺസിലുകൾക്ക് പിന്നാലെ UDFും ശക്തമായ രീതിയിൽ തന്നെ സമരരംഗത്തേക്ക് വരികയാണ്. ഈ പ്രഖ്യാപനം ടി സിദ്ദിഖ് MLA തന്നെയാണ് നടത്തിയത്. ടി സിദ്ദിഖ് MLA നമ്മോടൊപ്പം ചേരുകയാണ്. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനൊരു സമരം എന്നുള്ള തരത്തിലേക്ക് പോകാനുള്ള കാരണം? ഒന്ന്, ഒരു ദുരന്തം നടന്ന സ്ഥലത്ത് ദുരന്ത നിവാരണ പ്രവർത്തനവും അതുപോലെ റീഹാബിലിറ്റേഷനും അവർക്ക് പുനരധിവാസം നടത്തണമെങ്കിൽ അതിനൊരു പ്രൈമറി ലിസ്റ്റ് ഉണ്ടാവണം. അതുണ്ടാക്കാനുള്ളതായ നടപടി 7 മാസക്കാലമായി ഒരു ലിസ്റ്റ് പോലും സർക്കാരിൻ്റെ പക്കൽ ഇന്നില്ല. അതേസമയം പഞ്ചായത്തും സർവകക്ഷിയും അവിടെ യോഗം ചേർന്ന് അവരുണ്ടാക്കിയ ഒരു ലിസ്റ്റ് അവിടെ നിൽക്കുകയാണ്. ആ ലിസ്റ്റ് സർക്കാർ ഇതുവരെ ഓപ്റ്റ് ചെയ്തിട്ടില്ല. സർക്കാരിൻ്റെതായിരിക്കുന്ന മൂവ്മെൻ്റാണ് നടത്തുന്നത്. ആ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി ഇതുവരെ ലിസ്റ്റ് പോലും പൂർത്തീകരിക്കാൻ അവർക്ക് സാധിച്ചില്ല. ഇപ്പോൾ ദുരന്തബാധിതരായ ആളുകൾ ജീവിക്കുന്നത് സന്നദ്ധ സംഘടനകളുടെ ഒരു സഹായത്തോടു കൂടിയാണ്. 300 രൂപ ദിനപത്ര കൊടുത്തിരുന്നു. ഞാൻ അസംബ്ലിയിൽ ഉൾപ്പെടെ ആവശ്യപ്പെട്ടതാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഇത് തുടരാൻ ആവശ്യമായ നടപടികൾക്ക് നേതൃത്വം കൊടുക്കണമെന്ന്. നിർഭാഗ്യവശാൽ ഈ ദുരന്തബാധിതരായ ആളുകൾ 3 മാസത്തിന് ശേഷം അവരുടെ ദിനപത്ര സമ്പൂർണ്ണമായി നിർത്തലാക്കിയിരിക്കുന്നു. ഇപ്പോൾ വാടക 6 മാസത്തെ സ്പോൺസർ ചെയ്തതായിരിക്കുന്ന പല സംഘടനകളും പിന്മാറുകയാണ്. അപ്പോൾ അവരടക്കം വാടക വരെ ബുദ്ധിമുട്ടാവുകയാണ്. ചിലർക്ക് KSEBയുടെ വാട്ടർ അതോറിറ്റിയുടെ ബില്ലടക്കം ചിലർക്ക് വരികയാണ്. അങ്ങനെ തുടങ്ങി ഇതുവരെ നിങ്ങൾ ആലോചിച്ച് നോക്കണം. 6 മാസം കഴിഞ്ഞ് 7ാമത്തെ മാസം പൂർത്തീകരിക്കപ്പെടുന്ന ഈ സന്ദർഭത്തിൽ ഞാൻ ഗവൺമെൻറ്റിനോട് ചോദിക്കുന്നു, തുടർ ചികിത്സ വേണ്ട, സ്പൈനൽ ഇഞ്ചുറി, നട്ടലിന് പരിക്കേറ്റവർ, വെയിൻ പൊട്ടിയവർ, പ്ലാസ്റ്റിക് സർജറി വേണ്ടവർ, കയ്യും കാലും പൊട്ടിയവർ, ഗുരുതരമായ അസുഖമുള്ളവർ, ഇതൊക്കെ പറഞ്ഞത് ഈ ദുരന്തത്തിൻ്റെ ഭാഗമായ. അതിനുശേഷം ഇവർക്ക് പല അസുഖങ്ങളും വന്നിട്ടുണ്ട്. അവർക്ക് കാർഡിയക് അറസ്റ്റ് പോലെയുള്ള പല പ്രശ്നങ്ങളും വന്നിട്ടുണ്ട്. ഈ ആളുകൾ എവിടെ ചികിത്സക്ക് പോകും? ഇവരുടെ കയ്യിൽ പണമില്ലല്ലോ. ഞാൻ നിരന്തരം പറഞ്ഞു, ബഹുമാനപ്പെട്ട മന്ത്രിമാരോട്, മുഖ്യമന്ത്രിയോട് ഒരു നടപടിയും സ്വീകരിച്ചില്ല. 27-ാം തീയതി വൈകുന്നേരം 3-3:30 ഞങ്ങൾ കളക്ടറേറ്റ് പടിക്കൽ ഞങ്ങൾ ഇരിക്കും. രാപ്പകൽ സമരമാണ്. ആ സമരത്തിന് ശേഷം 28-ാം തീയതി കളക്ടറേറ്റ് വളയൽ സമരമാണ്. ആ കളക്ടറേറ്റ് വളയൽ സമരത്തിൽ UDFിൻ്റെ കനത്ത പ്രതിഷേധമായി അത് മാറും. അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഏപ്രിൽ മാസം സെക്രട്ടേറിയറ്റ് പടിക്കലുള്ള സമരങ്ങളിലേക്ക് ഞങ്ങൾ പോകും. ഇതാണ് UDF നേതാക്കൾ വ്യക്തമാക്കുന്ന കാര്യം. ഈ സമരം ഏറ്റെടുത്തുകൊണ്ട് ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് വരാൻ ഉള്ള ഒരു നിലപാടാണ് UDF നേതാക്കൾ പങ്കുവയ്ക്കുന്നതും. അത്തരത്തിലേക്ക് പ്രക്ഷോഭം വ്യാപിപ്പിക്കും. കാരണം സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം എന്നുള്ള തരത്തിലേക്ക് ചൂരൽമല മുണ്ടക്കൈ വിഷയം ഉയർത്തിക്കൊണ്ടുവരാനാണ് UDF ശ്രമിക്കുന്നത്. ശരി, ഈ മാസം 27-ന് ടി സിദ്ദിഖ് MLA യുടെ നേതൃത്വത്തിൽ
രാപ്പകൽ ഉപവാസം നടത്താനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ടി സിദ്ദീഖ് എം.എൽ.എയുടെ പ്രതികരണം, ഒപ്പം മറ്റ് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു സുർജിത്ത് അയ്യപ്പത്ത്.